ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാത വേളയിൽ ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന ഓരോ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഊരിൻ്റെ പട്ടണത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട അബ്രഹാം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലാത്തവനായി, വീടില്ലാത്തവനായി, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മാത്രം ഇറങ്ങിപ്പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ കൂട്ടത്തിൽ തൻ്റെ സഹോദരനായ ലോത്തിനെ കൂടെ കാണുന്നു. ആ ലോത്ത് വാസ്തവത്തിൽ അവരുടെ ഇടയന്മാർ തമ്മിൽ പെരുകി ദൈവം വർധനവ് നൽകി. രണ്ടു കൂട്ടരുടെ മുൻപിൽ അബ്രഹാം ഒരു ഉടമ്പടി വയ്ക്കുന്നു. ഏത് ദേശം വേണമെങ്കിലും തിരഞ്ഞെടുത്ത് നിനക്ക് മാറാം. അവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദേശമെല്ലാം തൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ, തൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, നീരോട്ടമുള്ള യോർദാൻ്റെ അരികിലുള്ള പ്രദേശം കണ്ടിട്ട് അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ തോട്ടം പോലെ ഇരുന്ന ആ സ്ഥലം തൻ്റെ ദാസനായ ലോത്ത് തിരഞ്ഞെടുത്തു. പക്ഷേ ആ സ്ഥലം തിരഞ്ഞെടുത്ത് താൻ കിഴക്കോട്ട് യാത്രയായി. അബ്രഹാമോ കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. പക്ഷേ ആ നിവാസികൾ വളരെ പാപികളും ദുഷ്ടന്മാരുമായിരുന്നു. തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ലോത്ത് എപ്പോഴാണോ അബ്രഹാമിനെ വിട്ട് മാറുന്നത്, ആ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അബ്രഹാമിനോട് സംസാരിച്ചു. ആ സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് നാം നമ്മുടെ ചിന്തയ്ക്കായിട്ടെടുത്തത്. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. നീ അലഞ്ഞു നടന്നില്ലേ ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ പേർക്ക് ഇറങ്ങി തിരിച്ചിട്ട്? പക്ഷെ നിനക്കൊരു സ്വന്തമായൊരു അഡ്രസ്സ് ഞാൻ നിനക്ക് തരാൻ പോകുന്നു. എപ്പോഴാണ് ദൈവം ഈ ശബ്ദം തൻ്റെ ദാസനോട് പറയുന്നത്? അരുതാത്ത ചിലത് തൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ്, അരുതാത്ത ചില ബന്ധങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവം ആ ബന്ധങ്ങൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ശബ്ദം ഇതാ പുറത്തു വരുന്നു. നീ കാണുന്ന ഈ ഭൂമി, നീ വടക്കോട്ട്, തെക്കോട്ട്, കിഴക്കോട്ട് നീ എഴുന്നേറ്റ് നിവർന്നു നോക്കുക. നീ കാണുന്ന ഈ ഭൂമി ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനേക്കാൾ ഉപരിയായി നാം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദൈവഹിതമല്ലാത്ത ഒന്ന് എൻ്റെ കൂട്ടത്തിൽ വേണ്ട എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ദൈവികമല്ലാത്തൊരു ബന്ധം എനിക്ക് വേണ്ട കർത്താവേ. എത്ര കോടി ആസ്തി ലഭിക്കുന്നതാണെങ്കിലും, എന്തുമാത്രം നന്മകൾ എൻ്റെ വീട്ടിൽ ഈ ബന്ധത്തിലൂടെ വന്നാലും, ദൈവത്തിന് ഹിതമല്ലാത്തൊരു ബന്ധം എനിക്ക് വേണ്ട. ദൈവത്തിന് ഹിതമല്ലാത്തൊരു കൂട്ടുകെട്ട് എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ ഇന്ന് എത്ര ആത്മീയർക്ക് കഴിയും? കർത്താവേ, ദൈവഹിതമല്ലാത്തൊരു നന്മ എൻ്റെ വീട്ടിൽ തരരുത്, എൻ്റെ വീട്ടിൽ വരരുത്. ദൈവഹിതമല്ലാത്തൊരു വ്യക്തി എൻ്റെ കൂട്ടത്തിൽ കാണരുത്. ദൈവഹിതമല്ലാത്ത ഒരു കൂട്ടുകെട്ടിലും ഞാൻ പോകണ്ട എന്ന് തീരുമാനമെടുക്കാൻ കഴിയും. അല്പം വേദനയായിരിക്കാം. പക്ഷെ ഇവിടെ ദൈവം പറയുന്നത്, തൻ്റെ പിതൃ ദൈവത്തെ ആരാധിച്ചവൻ, യഹോവയായ ദൈവത്തെ ആരാധിച്ചു വന്നവൻ, പക്ഷേ അവൻ്റെ തിരഞ്ഞെടുപ്പ് മാറുമ്പോൾ, അവൻ്റെ തിരഞ്ഞെടുപ്പ് ലോകത്തിൻ്റെ ദൃഷ്ടിപ്രകാരം പോകുമ്പോൾ, അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ശബ്ദം, ഭാരപ്പെടരുത്, നിനക്ക് വേണ്ടി ഞാൻ ചിലത് ശാശ്വതമായി തന്നിട്ടുണ്ട്. നമ്മൾ അല്പസമയം നിന്ന് ചിന്തിച്ചാൽ
അബ്രഹാം എവിടെ എത്തി? ലോത്തിൻ്റെ കുടുംബം എവിടെ എത്തി? ദൈവികമല്ലാത്ത തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഫലപുഷ്ടിയുള്ളതാണെന്ന് തോന്നിയാലും, നമ്മുടെ കാഴ്ചയ്ക്ക് കൊള്ളാം എന്ന് തോന്നിയാലും, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താ? ദൈവം എന്നെ അനുഗ്രഹിച്ചു. പക്ഷെ വാസ്തവത്തിൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ കുടുംബം പട്ടണത്തിൽ ഒരു നാറുന്ന സബ്ജക്റ്റായി മാറി. ലോത്ത് ആർക്കും പുറത്തു പറയാൻ കഴിയാത്ത ദൈവിക ഭവനത്തിലുള്ളൊരു വ്യക്തിയായി തീർന്നു. വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് ദൈവം ലോത്തിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഇറങ്ങിത്തിരിച്ചിട്ട് ദൈവിക ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ദൈവികമല്ലാത്ത ബന്ധങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി, പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ ബന്ധം ഉപേക്ഷിക്കരുത്. ആ ദൈവിക ബന്ധത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ അല്പം താമസിച്ചാണെങ്കിലും നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, എൻ്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, ഇന്ന് ഭാരത്തോടെ, വേദനയോടെ, കണ്ണുനീരോടെ നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് നടുവിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ അല്പം വേദനിച്ചാലും കുഴപ്പമില്ല. ഗലാത്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് കളയാൻ നമുക്ക് കഴിയുമോ? ലോത്തിനെ പോലെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പറ്റി നിൽക്കുന്ന എന്തുണ്ടോ അത് മാറട്ടെ ദൈവമേ. അത് മദ്യപാനമാണെങ്കിൽ മദ്യപാനം മാറട്ടെ, അത് വിഗ്രഹാരാധനയാണെങ്കിൽ അത് മാറട്ടെ, ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ അതൊക്കെ മാറട്ടെ. പകയുണ്ടോ? പക മാറട്ടെ. പിന്നെ ഇന്ന് കാണുന്ന അബ്രഹാമിന് കൊടുത്ത ഭൂമിയൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് ദൈവത്തോട് ചേർന്നൊന്ന് പറയാം, കർത്താവേ, എൻ്റെ മേൽ ആ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹമുണ്ടാകണം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അബ്രഹാമിന് കൊടുത്തത് നമുക്കും തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. എന്താ കാര്യം? മലമേലിരുന്ന് പ്രസംഗിക്കുമ്പോൾ യേശു പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാനൊരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ബ്ലെസ്സിങ് ദൈവം നമുക്ക് നൽകും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി എന്നിൽ നിന്ന് എന്താണോ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നത്, മാറ്റണമേ, എന്നെ ഒരു യാഗമായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. യാഗവസ്തു വെന്തെരിഞ്ഞു മാറുന്നത് പോലെ യാഗവസ്തുവിന് അവിടെ പ്രത്യേക താല്പര്യങ്ങളില്ല. അവിടെ യാഗം ആർക്കു വേണ്ടി അർപ്പിക്കാൻ വരുന്നോ ആ യാഗം അർപ്പിക്കുന്നയാൾക്ക് ചില നന്മകൾ, അനുഗ്രഹങ്ങൾ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ വേർതിരിച്ച ആ ദൈവത്തിന് ഞാനാകുന്ന യാഗവസ്തുവിലൂടെ ഒരു പുകഴ്ചയുണ്ടാകട്ടെ, മഹത്വമുണ്ടാകട്ടെ. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം പ്രിയരെ. ദൈവമായ കർത്താവ് ഈ തിരുവചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.